നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ബിസിനസ് ഇതിനൊക്കെ ബ്രാൻഡ് ചെയ്യുക എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് അതിന് പിറകിലുള്ള വ്യക്തിയെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് പേഴ്സണൽ ബ്രാൻഡിങ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് പകരമായി നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പെർട്ടൈസ്, നമ്മുടെ വാല്യൂസ്, പേഴ്സണാലിറ്റി, അതുപോലെ നമ്മളുടെ ആശയങ്ങൾ ഇതെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു പേഴ്സണൽ ബ്രാൻഡ് രൂപപ്പെട്ടു വരുന്നത്. ആക്ച്വലി ഇതൊരു പുതിയ സംഭവമല്ല. ലോകത്ത് ഇന്ന് വരെ ജീവിച്ചിട്ടുള്ള എല്ലാ മഹാന്മാരും ചെയ്ത രീതിയുടെ ഒരു ആധുനിക മോഡലാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളൊരു സോളോപ്രൂണർ ആണെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്നാമതായി നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നു. ആളുകൾ എപ്പോഴും അവരുമായിട്ട് കണക്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളുമായിട്ട് എപ്പോഴും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കും. രണ്ടാമതായി നിങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ അതിലൂടെ കഴിയുന്നു. മൂന്നാമതായി നിങ്ങളുടെ വിസിബിലിറ്റി കൂട്ടാൻ നിങ്ങൾക്ക് കഴിയുന്നു. നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു ക്രൗഡഡ് മാർക്കറ്റിൽ പെട്ടെന്ന് നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ സെയിൽസ് വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ കഴിയുന്നു. ബിസിനസ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ.